Hello, sound test. Hi dears. അപ്പോൾ ടുഡേ ദിസ് ഈസ് ആക്ച്വലി ദി ഫസ്റ്റ് ലൈവ് സെഷൻ ഫോർ CSAT. അപ്പോൾ CSATൻ്റെ ആദ്യത്തെ ലൈവ് സെഷനാണ്. സോ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി അവർ ഫസ്റ്റ് ലൈവ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ലൈവ് ക്ലാസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും ഇതുപോലെ ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും. ആൻഡ് ഈ ലൈവ് ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ പ്രീവിയസ് ചോദ്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി വിൽ ബി ഡിസ്കസിങ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അക്കോർഡിംഗ്ലി വി വിൽ സ്റ്റഡി സർട്ടൻ ടോപ്പിക്സ്. സോ ടുഡേ ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. UPSCയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് എ വോൾ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആസ്ക്ഡ് ഫ്രം ദി ടോപ്പിക് നോൺ എസ് നമ്പർ സിസ്റ്റം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. ആൻഡ് വി കനോട്ട് നെഗ്ലക്റ്റ് ദാറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് വെറുതെ ഡിസ്കസ് ചെയ്യല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് ദി ടോപ്പിക് ലെറ്റ് മീ ഗിവ് യു സം ഐഡിയാസ് റിഗാർഡിങ് ദി CSAT എക്സാം. എനിക്കറിയാം ഈ വീഡിയോ മീൻസ് ഇനി കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ലൈവിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളെല്ലാവർക്കും CSAT എക്സാമിനെ കുറിച്ച് അറിയാം. പക്ഷേ CSAT എക്സാമിൽ ചില ടോപ്പിക്സ്, എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ദർ ആർ സർട്ടൻ ടോപ്പിക്സ് ദാറ്റ് യു നീഡ് ടു സ്പെസിഫിക്കലി സ്റ്റഡി. നിങ്ങൾ ഒട്ടും മിസ്സ് ചെയ്യാൻ പറ്റാത്ത, മിസ്സ് ചെയ്തുകൂടാത്ത ചില ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ മേക്ക് ഷുവർ ദാറ്റ് ബിഫോർ ഗോയിങ് ഫോർ യുവർ പ്രിലിംസ് എക്സാം യു നീഡ് ടു നോ അബൌട്ട് ഓൾ ദീസ് ടോപ്പിക്സ്. Okay, first and the foremost important topic, it is actually the number system. Okay, ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി നീഡ് ടു ഡീൽ ഇൻ ദാറ്റ് ടോപ്പിക്. സോ ടുഡേ വി ഹാഡ് സെലക്റ്റഡ് സർട്ടൻ ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോൾ അതുപോലെ അടുത്ത ലൈവിൽ വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ റെപ്പിറ്റേഷൻ അല്ല. സോ വി വിൽ കവർ ഓൾ ദി necessary topics coming under the important topic number system. നമ്പർ സിസ്റ്റം കഴിഞ്ഞ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ടൈം ആണ്. Okay, work and time. So if you look on to the 2024 question, you can see that exactly 2 questions have been asked from work and time. Okay, and number system പിന്നെ പറയണ്ടല്ലോ, you know that there are sometimes more than 5 to 6 questions. അതായത് ചിലപ്പോൾ 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾ, 6ൽ കൂടുതലൊക്കെ ചോദിച്ച കാര്യങ്ങളുണ്ട് നമ്പർ സിസ്റ്റത്തിൽ. So we cannot neglect the topic number system. And so the second topic, it is work and time. And the third topic, it is actually the topic related to averages. ആവറേജസിൻ്റെ ആ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു കനോട്ട് മിസ് ദാറ്റ് ടോപ്പിക്. എല്ലാ വർഷവും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ ദി ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇറ്റ് ഈസ് ദി റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ. And the fifth important topic, it is actually the topic related to percentages. And then comes the seventh important topic, it is the topic related to profit and loss. And the eighth important topic, it is actually the topic related to speed, distance and time. And finally, the second last important topic that you actually need to focus on, it is actually the permutation and combination. And finally,
the 10th important topic, it is the probability. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് അതായത് ഇതിൽ കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ബട്ട് ഫോർ ദി ടൈം ബീയിങ് മീൻസ് അതായത് നിങ്ങൾക്കിനി സമയമില്ല, നിങ്ങൾക്ക് ഓൾറെഡി സീസാറ്റ് ഭയങ്കര ലേറ്റായിട്ടാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇത്രയും ടോപ്പിക്സ് എങ്കിലും മിനിമം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് അറിയാമെങ്കിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ മോർ ദാൻ ഒരു 70% ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഐ എം സെയിങ് അബൌട്ട് ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അതായത് UPSCയിലെ പ്രിലിംസിൽ നമ്മുടെ സീസാറ്റ് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി ഡിവൈഡ് ദി ടോപ്പിക് ഇൻ ടു ത്രീ subsections ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ കംസ് ദ റീസണിങ്, ദെൻ കംസ് ദി കോംപ്രിഹെൻഷൻ, റൈറ്റ്? സോ അതിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്സ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇനിയും ടോപ്പിക്സ് ഉണ്ട്, ബട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് ടോപ്പിക്സ്. ഇത്രയും ടോപ്പിക്സ് എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ യു ട്രൈ ടു സ്റ്റഡി ഓൾ ദിസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിന് മീൻസ് ഈ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് കൊണ്ടുപോകും. ഓക്കെ, ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു സ്പെസിഫിക്കലി ഡിസ്കസ് അബൌട്ട് ദി ടോപ്പിക് നമ്പർ സിസ്റ്റം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എക്സാമ്പിൾസായിട്ട് എടുത്തിട്ട് ആ ചോദ്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ തിയറീസൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹോപ്പ് ദിസ് ക്ലാസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു യു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചാറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആൻഡ് വി വിൽ ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, ഫൈൻ. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇൻറ്റിജർ ഒബ്റ്റെയിൻഡ് ഇൻ ദി പ്രോഡക്റ്റ് 1 square, 2 raised to 4, 3 raised to 6, 4 raised to 8, etc. up to 25 raised to 50. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണിത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സീറോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us സ്റ്റഡി അബൌട്ട് ദാറ്റ് കൺസെപ്റ്റ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്യാം. So those who are watching the live session right now, try to take a piece of paper, ഒരു പേനയും പേപ്പറും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കോപ്പി ഡൗൺ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പറയുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് നിങ്ങൾക്ക് കോപ്പി ഡൗൺ ചെയ്യാം. ആൻഡ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഓഫ് കോഴ്സ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. സോ the first question it is, how many consecutive zeros are there at the end of the integer obtained in the product of 1 square, 2 raised to 4, 3 raised to 6, 4 raised to 8, etc. up to 25 raised to 50. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ യു നീഡ് ടു നോ അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് ട്രെയിലിംഗ് സീറോസ്. ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സീറോസിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ട്രെയിലിംഗ് സീറോസ് ഓർ കോൺസിക്യൂട്ടീവ് സീറോസ്. Consecutive zeros. Okay, so what do you mean by trailing zeros or consecutive zeros? എന്താണ് ഈ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് ഇഫ് യു ആർ മൾട്ടിപ്ലൈങ് 20 with 5, so what is actually 20 into 5 times? It is 100 അല്ലേ? അപ്പോൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, ഒരു പോസിറ്റീവ് ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പർ ഓഫ് സീറോസ്, ദിസ് ഈസ് വാട്ട് വി കോൾ ദി ട്രെയിലിംഗ് സീറോസ്. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ 2 digit നമ്പർ, 3 digit നമ്പർ, 4 digit നമ്പർ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ കിട്ടുമ്പോൾ അതിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദി ട്രെയിലിംഗ് സീറോസ് ഓർ കോൺസിക്യൂട്ടീവ് സീറോസ്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ സീറോ, ഒരു സീറോ കിട്ടണമെങ്കിൽ യു നീഡ് ടു ഹാവ് 2 and 5 in that multiplication അല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ 20 into 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 into അല്ലേ, 2 into 10 into 5, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 10നെ നമുക്ക് 2 into 5 എന്ന് എഴുതാം അല്ലേ, into 5. സോ ഹിയർ ഇൻ ഓർഡർ ടു ഗെറ്റ് എ സീറോ അല്ലേ, ഒരു സീറോ കിട്ടണമെങ്കിൽ ദെയർ ഷുഡ് ബി എ പെയർ ഓഫ് 2 and 5. ഒരു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലിക്കേഷൻ സെറ്റിനകത്ത്, ഓക്കെ, ഇവിടെ 20 into 5 എന്ന് പറയുമ്പോൾ ആ 20 എന്ന് പറയുന്നത് 2 into 2 into 5 into 5 ആണ്. സോ ഹൗ മെനി പെയർസ് ഓഫ് 2 and 5 യു ആർ ഗെറ്റിംഗ്?
and that equals the number of zeros. അപ്പോൾ ഇവിടെ 2 into 2 into 5 into 5 എന്ന് പറയുന്ന ഒരു സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. സോ ഹിയർ ഇഫ് ഐ ചെക്ക് ഹൗ മെനി പെയർസ് ഓഫ് 2 and 5 in this set, I can see that first pair and here comes the second pair. So total 2 pair of 2 and 5s ഉണ്ട്. So I can say that when you multiply 20 into 5, you are getting a number which consisting of 2 zeros at the end. Like 20 into 5 നമുക്ക് എല്ലാവർക്കും അറിയാം, it is 100. So the 100, it consisting of 2 zeros towards the end. Like, so this is what we call a trailing zeros. അപ്പോൾ trailing zeros, in order to get a zero, you should have a pair of 2 and 5. ഓക്കെ, ഒരു പെയർ ഓഫ് 2 and 5 നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ വെൻ യു മൾട്ടിപ്ലൈ 1 into 2 into 3 into 4 into 5? How many zeros will be there when you multiply 1 into 2 into 3 into 4 into 5? So here you just check the pair of 2 and 5. എത്ര pair of 2 and 5 ഉണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 5 ഉണ്ട്. സോ ഒരു പെയർ ഓഫ് 2 and 5 ഉള്ളൂ. So you can say that 1 into 2 into 3 into 4 into 5, when you multiply the number, you will get a number ending with 1 0. Okay, and what about this number? 5 into 12 into 13 into 15 into 18. How many zeros will be there when you multiply 5 into 12 into 13 into 15 into 18? So as I said earlier, you need to get a pair of 2 and 5. So ഇവിടെ already ഒരു 5 ഉണ്ട്. 12 എന്ന് പറയുമ്പോൾ you can write it like 2 into 3 into 2 and 13, it is a prime number, right? And 15, it is 5 into 3. Okay, അതിനകത്ത് ഈ പറയുന്ന പോലെ 2 ഇല്ല. So it is up to you, അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 18, it is 3 into 3 into 2. So എത്ര പെയർ ഓഫ് 2 and 5 കിട്ടും? So 5 into 3, it is 15. അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Okay, I will show what is the importance of that. Okay, so here you can see that ഇവിടെ എത്ര പെയർ ഓഫ് 2 and 5s ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. So here you can see that you will get 1 5 here. So here you will get 1 5 അല്ലേ. ഇവിടെ ഒരു 5 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2 ഉണ്ട്. So you got 1 pair of 2 and 5 and here you will get another pair of 2 and 5. വേണ്ടേ, ഇവിടെ ഒരു 2 ഉം 5 ഉം കൂടെ ചേർന്നാൽ another pair of 2 and 5. അപ്പോൾ ഇവിടെ you are getting exactly 2 pair of 2 and 5s അല്ലേ. നിങ്ങൾക്ക് കിട്ടുന്നത് 2 pair of 2 and 5 ആണ്. So how many zeros will be there at the end? It consisting of only 2 zeros. Okay, and ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഡീൽ ചെയ്യാം. So the question is, how many zeros will be there at the end when you multiply 12 into 16 into 20 into 25? How many zeros will be there when you multiply 12 into 16 into 20 into 25? So 12 means it is 3 into 2 into 2. 16 means you already know that 4 into 4, right? So 2 into 2, it is 4 and 2 into 2. So 4 4 ഉണ്ട് അല്ല, സോറി 4 2 ഉണ്ട് 16 ആകത്ത് അല്ലേ. And for 20, it is 2 into 5 into 2 and 25, it is 5 into 5. So check how many pair of 2 and 5 will be there in this set of numbers. അപ്പോൾ എത്ര പേരുണ്ട്? So here you will get the first pair of 2 and 5. First pair of 2 and 5 കിട്ടുന്നത്. And here ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. So that forms the second pair. And here ഇവിടെ ഒരു 5 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് you can select one more 2. So total 3 zeros will be there. Like 3 set of 2 and 5s ഉണ്ട്. So total 3 zeros will be there. So that's actually so this is how we need to solve. We are actually finding how many zeros will be there at the end. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ ഇൻ ടേംസ് ഓഫ് 2 and 5 നിങ്ങൾ എഴുതുക and just count how many zeros, how many pair of 2 and 5s will be there, and correspondingly നിങ്ങൾക്ക് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇവിടെ കുറച്ചും കൂടെ നമുക്കിത് വളരെ ഇതിപ്പോൾ 12 into 16 into 20 into 25 എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. ബട്ട് നോർമലി ദേ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്: ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ അറ്റ് ദി എൻഡ് വെൻ യു മൾട്ടിപ്ലൈ 1 to 15, 1 into 2 into 3 into 4 into etc. up to 15. 15 വരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സീറോസ് ഉണ്ടാവും? How many trailing zeros will be there? So ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ it will be too difficult for you guys to solve it, right? നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. So at that point of time,
ദർ ഇസ് എ സിമ്പിൾ മെത്തേഡ് ഫോർ ദിസ്. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ 1 × 2 × 3 × 4 × എക്സെട്ര അപ് ടു 15 വരെ അല്ലേ. സോ ജസ്റ്റ് ടേക്ക് ദി ഫൈനൽ നമ്പർ. ഇത് ശരിക്കും ഈ പറയുന്ന പോലെ ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഈ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലേ, അതായത് 1 തൊട്ട് ഈ പറയുന്ന ഒരു നമ്പർ വരെ അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ എത്ര സീറോസ് വരും എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് എ വെരി സിമ്പിൾ മെത്തേഡ്. അത് എന്താണ് ആ സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ യു നോ ദിറ്റ് ഹിയർ 1 2 3 4 5 1 2 3 4 5 എക്സെട്ര ടിൽ 15 അല്ലേ. 1 തൊട്ട് 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വാല്യൂവിൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഡിവൈഡ്. സോ ഹിയർ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡിലുള്ള നമ്പർ എഴുതുക. ഓക്കെ, സോ 1 2 3 4 5 6 7 എക്സെട്ര ടിൽ 15. അപ്പോൾ എൻഡിലുള്ള നമ്പർ ഇറ്റ് ഈസ് 15. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദി വാല്യൂ? 5 3 ടൈംസ് ഇറ്റ് ഈസ് 15. സോ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് 15നെ 5 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് 15നെ 5 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിവൈഡ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിവൈഡ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വേണ്ട ഇവിടെ കഴിഞ്ഞു. Okay, so here you got the value as 3. So 1 2 3 4 5 6 till 15. 15 വരെ അങ്ങനെ എഴുതുമ്പോൾ എത്ര സീറോസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3 സീറോസ്. ഓക്കെ, ആൻഡ് നോർമലി ഇങ്ങനെയും ക്വസ്റ്റ്യൻ UPSC ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹൗ മെനി സീറോസ് വിൽ ബി there at the end when you expand 25 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 15 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞും UPSC ചോദ്യം ചോദിക്കാം. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഹൗ ടു സോൾവ് ഇറ്റ്? നമുക്ക് 25 ഫാക്ടോറിയൽ എടുക്കാം. ഹൗ മെനി സീറോസ് വിൽ ബി there at the end when you expand the value of 25 ഫാക്ടോറിയൽ? സോ ഐ തിങ്ക് യു നോ ദി കൺസെപ്റ്റ് ഓഫ് ഫാക്ടോറിയൽ അല്ലേ. ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ what do you mean by factorial? So here 1 × 2 × 3 × 4 × 5 × എക്സെട്ര ടിൽ 15 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 15 ഫാക്ടോറിയൽ. ഓക്കെ, ആൻഡ് റിമെമ്പർ വൺ തിങ്, ഇങ്ങനെയുള്ള ഫാക്ടോറിയൽ കേസുകളിൽ മാത്രമേ നമുക്ക് വേണ്ട ഈ മെത്തേഡ് വെച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറൽ നമ്പറായ 1 തൊട്ട് ഒരു നമ്പർ വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ. ഫോർ എക്സാമ്പിൾ ടിൽ 9 വരെയാണെങ്കിൽ 1 × 2 × 3 × എക്സെട്ര ടിൽ 9. 20 വരെയാണെങ്കിൽ 1 × 2 × 3 × 4 × 5 എക്സെട്ര ടിൽ 20. ഇങ്ങനെയുള്ള സെറ്റ് മൾട്ടിപ്ലിക്കേഷൻസിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കേ, റാൻഡമായിട്ട് ഒരു 4-5 നമ്പേഴ്സ് തന്നിരിക്കുക. ഇവിടെ യൂണിറ്റ് സ്പ്ലിറ്റ്, ഓക്കെ, ദി ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ 2ഉം 5ഉം, ഓക്കെ, 2ൻ്റെയും 5ഉം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സിനെ ഫാക്ടറൈസ് ചെയ്യുക. നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യു നീഡ് ടു കൗണ്ട് ദി പെയർ ഓഫ് 2 and 5. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഫാക്ടോറിയൽസിൻ്റെ കേസ് വരുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ഹിയർ ഐ വിൽ ഷോ യു. Take the case of 25 factorial. So question is, how many zeros will be there at the end? How many zeros will be there at the end? Will be there at the end when you multiply, when you expand 25 factorial. 25 ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് 25 ഫാക്ടോറിയൽ മീൻസ് 25 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 × 2 × 3 × 4 × എക്സെട്ര ടിൽ 25. ഇതാണ് 25 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഓരോ നമ്പേഴ്സും എടുത്ത് 2ൻ്റെയും 5ൻ്റെയും പേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. സോ ദർ ഈസ് എ സിമ്പിൾ മെത്തേഡ്. സോ ദി എൻഡ് നമ്പർ അല്ലേ, 25 ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ റൈറ്റ് ഡൗൺ 25 ആൻഡ് ഫസ്റ്റ് 25 ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആ നമ്പറിനെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 5ഉം 5ൻ്റെ പവേഴ്സും കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി ഫസ്റ്റ് പവർ ഓഫ് 5 ഇറ്റ് ഈസ് 5⁻⁴ which is equal to 5. അപ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ടൈംസ് ഇറ്റ് ഈസ് 25. ഇനി 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതായത് 5 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 25നെ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിവൈഡ് ഇറ്റ് വിത്ത് 5 സ്ക്വയർ. So 25 divided by 5 square എത്രയാണ്? 25. So 25 by 25 you are getting the value as 1. ഇനി 25 divided by 5 cube. 5 cube എന്ന് പറയുമ്പോൾ എന്താണ്? It is 125.
സോ 125 എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ട് 25 എന്ന് പറയുന്ന ചെറിയൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വേണ്ട ഇവിടെ കഴിഞ്ഞു. അപ്പോൾ 25 divided by 5 you got the value as 5, and 25 divided by 5 square you got the value as 1. So 5 plus 1 is equal to 6. Total 6 zeros will be there at the end. Okay, വളരെ simple question ആണ്. Now another question, how many zeros will be there at the end when you expand 60 factorial? 60 factorial expand ചെയ്യുമ്പോൾ എത്ര zeros ഉണ്ടാവും? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Again the same method, 60 divided by 5 raised to 1. 60 divided by 5 raised to 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സോറി, ഇറ്റ് ഈസ് ആക്ച്വലി 5 raised to 1 ആണ്. 60 divided by 5 raised to 1. So 60 by 5 അല്ലേ? 60 by 5 എന്ന് പറയുമ്പോൾ 5 1 times it is 5, 5 2 times it is 10, so 12. Now the next it is 60 divided by 5 square. So 60 divided by 5 square it is 25. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നും, 60നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഡെസിമൽ. 60 എന്ന് പറയുന്നത് 25ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഈ ഡെസിമൽ പോയിന്റിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഒരു വാല്യൂ അല്ലേ, 25 2 times it is 50, 25 3 times it is 75 ആണ് പോകുന്നത് അല്ലേ. അപ്പോൾ 60ക്ക് അകത്ത് വരുന്നത് 25 2 times ആണ്. So here you are getting the value as 2. So total how many so total എത്ര values ഉണ്ട്? Here it is 12, here it is 2. So 12 plus 2 it is 14. അതിനർത്ഥം 60 factorial expand ചെയ്യുമ്പോൾ number of zeros at the end it will be 14 zeros. Okay, very very simple question, right? അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണത് ഈ പറയുന്ന പോലെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്. ബട്ട് യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈ പറയുന്ന പോലെ ഒരു സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ പെയർ ഓഫ് 2 and 5. ഒരു പെയർ ഓഫ് 2 and 5 ആണ് ഈ പറയുന്ന പോലെ ഒരു സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് പോയിന്റ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് യു നീഡ് ടു നോ ഇസ് ദാറ്റ്, ഇതേണ്ടേ, ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുക, ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ അറ്റ് ദി എൻഡ് വെൻ യു മൾട്ടിപ്ലൈ 60 factorial, when you multiply, sorry, it is not percentage, it is 60 factorial with 25. How many zeros will be there at the end when you multiply 60 factorial with 25? ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 1 into 2 into 3 into 4 into etc till 60 into 25 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ തോന്നും, ബിക്കോസ് വി നോ ദാറ്റ് ഓക്കെ 60 വരെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, ഹൗ മെനി സീറോസ് എന്നുള്ളത് നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആൻഡ് ഓൾറെഡി നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. 60 factorial വരെ നമുക്ക് മനസ്സിലായി, ടോട്ടൽ 14 zeros are there അല്ലേ. പിന്നുള്ളത് 2 5 ആണ്, ബിക്കോസ് 25 എന്ന് പറയുന്നത് 5 into 5. അപ്പോൾ 14 സീറോസിൻ്റെ കൂടെ പിന്നെ 2 5 വരുന്നുള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2s ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ പറയും ആൻസർ ഇറ്റ് ഈസ് 14 zeros. ഓക്കെ, അപ്പോൾ 14 zeros ആണ് ആൻസർ വരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് എ റോങ് ആൻസർ. അത് ഒരു റോങ് ആൻസറാണ്. നോർമലി നമ്മൾ ഈ 5ൻ്റെ പവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 5ൻ്റെ പവർ മാത്രം സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തേണ്ടേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ നോക്കിക്കേ, 12 into 16 into 20 into 25. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ആയിട്ട് പോട്ടെ, 12 into 16 into 20 into 25 നോക്കട്ടെ, 5 into 12 into 13 into 15 into 18. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് ഏതൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ ഈ പറയുന്ന പോലെ സൈമൾട്ടേനിയസ് ആയിട്ട് മീൻസ് അടുപ്പിച്ച് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എപ്പോഴും കൂടുതൽ നമ്പർ ഓഫ് 2s ആയിരിക്കും. ഓക്കെ, വേണ്ടേ, ഉദാഹരണത്തിന് 22 into 23 into 24 into 25 into 26 into 27 into 28 into 29 into 30. അപ്പോൾ ഇതിൽ 5 വരാൻ സാധ്യതയുള്ളത് 2 അടുത്തേ ഉള്ളൂ. എവിടെയൊക്കെയാണ്? ഇവിടെ ഇറ്റ് ഈസ് 5 into 5, ഹിയർ ഇറ്റ് ഈസ് 30, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 6 into 5. ഓക്കെ, 2 വരാൻ സാധ്യതയുള്ള ഒരുപാട് 2s ഇതിൽ വരുന്നുണ്ട് അല്ലേ. 22 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 into 11. 24 എന്ന് പറയുന്നത് നമുക്കറിയാം 12 2 times അല്ലേ. സോ 6 into 2 into 2, 6 എന്ന് പറയുമ്പോൾ അഗെയിൻ ഇറ്റ് ഇസ് 3 into 2. അപ്പോൾ 24ൽ തന്നെ 3 2 വരുന്നുണ്ട്. ആൻഡ് 26ലും ഈ പറയുന്ന പോലെ 2 വരുന്നുണ്ട്. 28ലും 2 വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് 30ൽ അഗെയിൻ 6ന് നമുക്ക് 3 into 2 എന്ന് എഴുതാം.
അപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടൂസ് വരും. ഓക്കെ, 2 എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ബട്ട് 5 ഇസ് ലിമിറ്റഡ്, റൈറ്റ്? അപ്പോൾ 5 എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? വേണ്ട, ഇവിടെ 25-ലൊരു 5 ഉണ്ട്, 30-ലൊരു 5 ഉണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിലും. ഓക്കെ, നിങ്ങൾ 1 തൊട്ട് 100 വരെ എടുത്ത് നോക്ക്. ദ നമ്പർ ഓഫ് 5s വിൽ ബി വെരി ലിമിറ്റഡ്. പക്ഷേ 2s ഒരുപാടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്ര സീറോസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2സിനെ എടുക്കേണ്ട ആവശ്യമില്ല, എത്ര 5s ഉണ്ടെന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സീരീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, സീരീസിൻ്റെ കാര്യത്തിൽ മാത്രം. പക്ഷേ UPSC സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ഒരു ഐഡിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടെ കേൾക്കുക. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ എത്ര സീറോസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് കൗണ്ട് ദി നമ്പർ ഓഫ് 5. കാരണം ഇപ്പോൾ 1 തൊട്ട് 100 വരെ അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ 60 ഫാക്ടോറിയൽ വരെ, 60 ഫാക്ടോറിയലിനെ 5ൻ്റെ പവേഴ്സ് അല്ലേ, 5 സ്ക്വയർ 5 ക്യൂബ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. ആൻഡ് അപ്പോൾ എന്തുകൊണ്ട് 2 കൊണ്ട് നമ്മൾ ചെയ്തില്ല? റിയാലിറ്റി, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. കാരണം 2s ആവശ്യം പോലെയുണ്ട്, പക്ഷെ 5 എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ 5ൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എത്ര സീറോസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഈ ചോദ്യത്തെ കാണാൻ ശ്രമിക്കുക. 60 ഫാക്ടോറിയലിനകത്ത് 14 സീറോസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇവിടെ 14 സീറോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് 5സിന് ഇക്വലൻ്റ് ആയിട്ടാണ് അല്ലേ. നോക്കിക്കേ, നമ്മളിവിടെ 60 ഫാക്ടോറിയലിനെ 5⁻1 5 സ്ക്വയർ 5 ക്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ നിന്ന് 2ൻ്റെ കേസ് നമ്മൾ നോക്കുന്ന പോലുമില്ല. ബിക്കോസ് വി നോ ദാറ്റ് 60 ഫാക്ടോറിയൽ വരെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ആവശ്യം പോലെ 2s ഉണ്ട് അല്ലേ, ആവശ്യം പോലെ 2 ഉണ്ട്. ബട്ട് 5 എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പറയുന്ന പോലെ 5 എന്ന് പറഞ്ഞത് 14 ഉള്ളൂ, 14 നമ്പേഴ്സേ ഉള്ളൂ 5 എന്ന് പറയുന്നത്. പക്ഷേ 2 ആവശ്യം പോലെയുണ്ട്. ആ 14 5സിന് പെയർ ചെയ്യാൻ 14 2സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. എക്സ്ട്രാ 2s ആവശ്യം പോലെ കിടപ്പുണ്ട്. ഈ എക്സ്ട്രാ 2സിൽ നിന്ന് 2 എണ്ണം എടുത്ത് വേണ്ട ഈ 5നും പെയർ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എത്ര സീറോസ് വരും? വേണ്ടേ, ഇവിടെ ഒരു പെയർ കിട്ടി, ഇവിടെ ഒരു പെയർ കിട്ടി. സോ 14 + 2 ഇറ്റ് ബിക്കംസ് 16 സീറോസ്. 16 സീറോസ് ആണ് ഇതിൻ്റെ ആൻസർ. 16 ഫാക്ടോറിയൽ ഇൻറ്റു 25 ഇൻറ്റു 25. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രെയിലിംഗ് സീറോസ്. UPSC ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് ഒരു പക്ഷേ ഈ ഫാക്ടോറിയൽ റിലേറ്റ് ചെയ്തായിരിക്കും അവർ ചോദിക്കുക. ബിക്കോസ് ടിൽ ഡേറ്റ് ദേ ഡിഡ്ന്റ് ആസ്ക് എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഫാക്ടോറിയൽസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കുക. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ PYQ. PYQ നോക്കിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. How many consecutive zeros are there at the end of the integer obtained in the product of 1 square, 2⁻⁴, 3⁻⁶, 4⁻8, etc. up to 25⁻50 അല്ലേ, 25⁻50. അപ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടാകും എന്നാണ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 1 തൊട്ട് 25 വരെ അല്ലേ, അതായത് ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2s എന്ന് പറയുന്നത് ആവശ്യം പോലെ ഉണ്ടാവും. പക്ഷേ 5 എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ 2 അല്ലേ, 2⁻4 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 3⁻6, 4⁻8. 4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 2 സ്ക്വയർ. സോ 2 സ്ക്വയർ ⁻8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 2 times ഇറ്റ് ഇസ് 24 അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് ആവശ്യം പോലെയുണ്ട്, 2ന് ഒരു പഞ്ഞവുമില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 25⁻50, 25⁻50, 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ ആണ് അല്ലേ. 5 സ്ക്വയർ ദി whole raised to 50, ദാറ്റ് ഈസ് a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് a⁻m into n. സോ 5 സ്ക്വയർ ദി whole raised to 50 എന്ന് പറയുമ്പോൾ 5⁻100 എന്ന് വരും. അപ്പോൾ എന്തായാലും 100 സീറോസ് ഉണ്ടെന്ന് അല്ല 100 5s ഉണ്ടെന്നുള്ളത് അല്ലേ. ഈ 25⁻50ക്കകത്ത് 100 5s ഉണ്ട്, 100 5 ഉണ്ട്. ഓക്കെ, 100 5 ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ 15 വരുന്നുണ്ട് അല്ലേ, മീൻസ് അങ്ങനെ 20 വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം 5 വരുന്നുണ്ട്. ആൻഡ് 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ 100s കൂടുതലുണ്ട് അല്ലേ, എന്തായാലും 100s കൂടുതലുണ്ടാവും. അപ്പോൾ 2 എന്ന് പറയുന്നതും 100s കൂടുതലുണ്ട്, 5 എന്ന് പറയുന്നതും 100s കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ഫസ്റ്റ് ഓപ്ഷൻ ആസ് 50. എന്തായാലും 50 അല്ല,
ബിക്കോസ് 50യേക്കാളും കൂടുതൽ വരും. 55 അല്ല, 100 അല്ല, അല്ല മിനിമം. അതായത് ഇവിടെ ഈ 3 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ 100 ആണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഒരു സെറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ 1 സ്ക്വയർ ഇൻറ്റു 2⁴ ഇൻറ്റു 3⁶ ഇൻറ്റു 4⁸ ടിൽ 25�50 വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന പോലെ മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് പെയർ ഓഫ് 2 and 5 കിട്ടും. ആൻഡ് ഫൈനലി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഈ പറയുന്ന പോലെ 100 above, ദാറ്റ് ഇസ് 200. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിച്ച് ഇസ് 200. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓൾ റൈറ്റ്. നൗ ഇത് 2024 അതായത് കഴിഞ്ഞ വർഷം UPSC ചോദിച്ച ഒരു ചോദ്യമാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി റൈറ്റ്മോസ്റ്റ് ഡിജിറ്റ് preceding the zeros in the value of 30⁻30? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദി റൈറ്റ്മോസ്റ്റ് ഡിജിറ്റ് preceding the zeros in the value of 30⁻30? ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ പറയുന്ന പോലെ അതിൻ്റെ കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ നോർമലി UPSC ഇതിൻ്റെ മുന്നത്തെ വർഷങ്ങളിൽ ഈ ചോദ്യം വേറെ രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദി ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ് വെൻ യു എക്സ്പാൻഡ് 2⁻192? 2⁻192 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്ത് ഡിജിറ്റ് ആയിരിക്കും വരുന്നത്? അല്ലെങ്കിൽ 112⁻1024 ഇങ്ങനൊരു നമ്പർ തന്നിരിക്കുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ എന്ത് ഡിജിറ്റ് ആയിരിക്കും വരുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റി ചോദ്യമാണ് നമ്മൾ മുന്നേ കണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 2⁻192 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ ആരായിരിക്കും വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് സൈക്ലിസിറ്റി എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേണ്ടേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ടേക്ക് 2⁻1, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2⁻1 വാല്യൂ ഇറ്റ് ഇസ് 2. വെൻ യു ടേക്ക് 2 സ്ക്വയറിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് 4. വെൻ യു ടേക്ക് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. വെൻ യു ടേക്ക് 2⁻4 ഇറ്റ് ഇസ് 16. 2⁻5 ഇറ്റ് ഇസ് 32. 2⁻6 ഇറ്റ് ഇസ് 64. Okay, and 2⁻7 for 2 times it is 128. Okay, അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിയർ നിങ്ങളിങ്ങനെ ഈ 2ൻ്റെ പവർ വാല്യൂ എഴുതിയതിന് ശേഷം ഇവരുടെ യൂണിറ്റ് പ്ലേസിൽ ആൾക്കാരെ ഒന്ന് നോക്കിക്കേ. യൂണിറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ 1's പ്ലേസിലത് 2⁻1 യൂണിറ്റ് പ്ലേസിൽ ഇറ്റ് ഇസ് 2. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. സോ 4ൻ്റെ യൂണിറ്റ് പ്ലേസ് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. 4 ഇറ്റ്സെൽഫ്. 2 ക്യൂബ് യൂണിറ്റ് പ്ലേസിൽ ഇറ്റ് ഇസ് 8. 2⁻4 യൂണിറ്റ് പ്ലേസിൽ ഇറ്റ് ഇസ് 6. 16 ആണ് 2⁻4 അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഇറ്റ് ഇസ് 6. ആൻഡ് 2⁻5 again it is 32. 32ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 2. 2⁻6 it is 64 യൂണിറ്റ് പ്ലേസിൽ 4. ആൻഡ് 2⁻7 യൂണിറ്റ് പ്ലേസിൽ 8. അപ്പോൾ 2⁻8ൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? യു ക്യാൻ ഈസിലി പ്രെഡിക്റ്റ് ഇറ്റ് വിൽ ബി 6. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എ പാറ്റേൺ ഫോം ഹിയർ, റൈറ്റ്? ഒരു പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ? 2486 എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഹിയർ ദി സൈക്ലിസിറ്റി വാല്യൂ ഇസ് 4. എല്ലാ 4 സൈക്കിൾസിലും ഈ പറയുന്ന പോലെ യൂണിറ്റ് പ്ലേസിലെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2486 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ആൻഡ് അവർ എയിം ഇസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ആക്ച്വലി ദി നമ്പർ ഇൻ ദി യൂണിറ്റ് പ്ലേസ്. അപ്പോൾ 2⁻192 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇയാളുടെ യൂണിറ്റ് പ്ലേസിൽ, അതായത് 1's പ്ലേസിൽ ഏത് ഡിജിറ്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ പറയുന്ന പോലെ 2486 ഇത് ഈ 4 നമ്പേഴ്സിൽ ഈ 4 ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ആ യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ഇറ്റ് ഇസ് 3, ഓപ്ഷൻ ബി ഇറ്റ് ഇസ് 5, ഓപ്ഷൻ സി ഇറ്റ് ഇസ് 7, ഓപ്ഷൻ ഡി ഇറ്റ് ഇസ് 2. ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ കഴിയും 2486 മാത്രമേ വരത്തുള്ളൂ യൂണിറ്റ് പ്ലേസിൽ. സോ യു ക്യാൻ ഈസിലി എലിമിനേറ്റ് ഓൾ എ ബി സി ആൻഡ് ഫൈനലി യു ക്യാൻ സെലക്ട് ദി ആൻസർ ഡി അല്ലേ? അപ്പോൾ ആൻസർ, അതായത് ഡി എന്നത് പറയുന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ബിക്കോസ് 3ഉം 5ഉം 7ഉം വരില്ല. പക്ഷേ UPSC
വളരെ ട്രിക്കിയാണ്. അവരുടെ ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും. ഓപ്ഷൻ എ ഇറ്റ് ഇസ് 2, ഓപ്ഷൻ ബി ഇറ്റ് ഇസ് 4, ഓപ്ഷൻ സി ഇറ്റ് ഇസ് 8, ഓപ്ഷൻ ഡി ഇറ്റ് ഇസ് 6. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യും? സോ അതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആണെന്നുള്ളത്, അല്ലേ? എല്ലാം 4 മീൻസ് 4 പവർ കഴിയുമ്പോഴും ഈ പറയുന്ന യൂണിറ്റ് പ്ലേസിൻ്റെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വൺ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ എന്നതാണ്? 192. 192 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ. സോ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈ 192നെ 4 എന്ന സൈക്ലിസിറ്റി വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 എന്ന് പറയുന്ന സൈക്ലിസിറ്റി വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അവരുടെ റിമൈൻഡർ എന്താണെന്ന് മനസ്സിലാക്കുക. കോഷ്യൻ്റ് അല്ല, റിമൈൻഡർ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 times it is 16, 17, 18, 19. So remainder it is 3. 16 plus 3 അല്ലേ 19. 2 താഴേക്ക് എഴുതി. 4 എത്ര ടൈംസ് ആ 32-നകത്ത് വരുന്നത്? 4 8 times it is 32. So here remainder it is 0. ഇവിടെ റിമൈൻഡർ 0 ആണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് അത് ഞാൻ വേറൊരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷനാകും. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ സൈക്ലിസിറ്റി എൻഡ് ചെയ്തു എന്നാണ് അർത്ഥം. അതായത് 2486-ൽ റിമൈൻഡർ ഈ പറയുന്ന പോലെ 0 ആണ്, അല്ലേ? നോക്കിക്കേ, ഇവിടെ റിമൈൻഡർ 0 ആണ്. 0 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം സൈക്ലിസിറ്റി എൻഡ് ചെയ്തു എന്നാണ്. അതായത് നിങ്ങളുടെ ഈ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ലാസ്റ്റ് ആളിൽ വന്ന് നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. സോ 2:192ൻ്റെ യൂണിറ്റ് പ്ലേസിലെ ആൻസർ എന്ത് വരും? 6 വരും. ഓക്കെ, അപ്പോൾ 0 വന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സപ്പോസ് നമ്മുടെ പവർ എന്ന് പറയുന്നത് 2:190 ആയിരുന്നെങ്കിൽ what will be the digit in the unit place when you expand 2:190? 190 അങ്ങനെ ഒരു ചോദ്യമായിരുന്നെങ്കിൽ നമുക്കറിയാം 190 ആണ് തന്നിരിക്കുന്ന പവർ ആൻഡ് സൈക്ലിസിറ്റി വാല്യൂ ഇറ്റ് ഇസ് 4. സോ 4 times it is 16, 17, 18, 19 ആൻഡ് 4 എത്ര ടൈംസ് ആണ്? 4 8 times, 6 times, അല്ലേ? 4 5 times it is 24, 6 times it is 24, 4 7 times it is 28. യെസ്, സോ റിമൈൻഡർ ഇറ്റ് ഇസ് 2. അപ്പോൾ റിമൈൻഡർ 2 ആണ് വരുന്നത്, അല്ലേ? റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ റിമൈൻഡർ 0, ബട്ട് നൗ ഹിയർ ദ റിമൈൻഡർ ഇറ്റ് ഇസ് 2. റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സൈക്ലിസിറ്റിയിലേക്ക് വരിക. നിങ്ങൾ നിങ്ങളുടെ സൈക്ലിസിറ്റിയിലേക്ക് വന്നതിന് ശേഷം അതിൽ പവർ 2 വരുന്നത് അവിടെ നോക്കുക. എവിടെയാണ് പവർ 2 വരുന്നത്? വേണ്ടേ, ഇവിടെ 2:2. ഓക്കെ, ഇനി റിമൈൻഡർ 3 ആയിരുന്നെങ്കിലോ പവർ 3 വരുന്നത് എടുക്കണം. റിമൈൻഡർ 1 ആയിരുന്നെങ്കിലോ പവർ 1 വരുന്നത് എടുക്കണം. റിമൈൻഡർ നോർമലി 4 വരത്തില്ല. അപ്പോൾ അതായത് 0 ആയിരിക്കും നോർമലി വരുന്നത്. ഓക്കെ, 4 എന്തായാലും വരില്ല. ഇഫ് യു നോ ഡിവിഷൻസിൻ്റെ തിയറി നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ റിമൈൻഡർ 4 വരില്ല എന്നുള്ളത് ഉറപ്പിലാണ്, അല്ലേ? അത് നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് ദ റിമൈൻഡർ ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ ദി ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കണം എപ്പോഴും റിമൈൻഡർ. അത് നമ്മൾ ഡിവിഷൻ ഫോമിൽ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഹിയർ വി ഗോട്ട് ദി റിമൈൻഡർ ആസ് 2. റിമൈൻഡർ 2 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ 4 ആണ്. അപ്പോൾ 2:190നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആളാരാണ്? അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ 4 ആണ്. എന്തുകൊണ്ടാണ് 4 വന്നത്? ബിക്കോസ് നമ്മുടെ സൈക്ലിസിറ്റി വാല്യൂ 4 ആണ്. തന്നിരിക്കുന്ന പവർ 190 ആണ്. 190നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ റിമൈൻഡർ 2 ആണ്. അപ്പോൾ റിമൈൻഡർ 2 വന്നാൽ 2 പവർ വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നെന്ന് നോക്കുക. സോ വി ഗോട്ട് ദി വാല്യൂ ആസ് 4. അപ്പോൾ ഇവിടെ 4 ആണ് ആൻസർ. ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈസി മെത്തേഡാണ്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ 6 ഒക്കെ ആണെങ്കിൽ നോക്കിക്കേ, 6:192 ഇതിൻ്റെ ആൻസർ എന്ത് വരും? നമ്മൾ ചെയ്തു പോലും നോക്കണ്ട, നമുക്കറിയാം 6ൻ്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും വരുന്നത്, അല്ലേ? 6:1 6 സ്ക്വയർ 36, അല്ലേ? ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിലെല്ലാം ഈ പറയുന്ന പോലെ 6 ആയിരിക്കും വരുന്നത്. ആൻഡ് ഇതുപോലെ ബാക്കിയുള്ള ഡിജിറ്റ്സും നിങ്ങൾ സൈക്ലിസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം.
നമ്മുടെ UPSC ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ UPSC ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് ദി സീറോസ് ഇൻ ദി വാല്യൂ ഓഫ് 30 the whole raised to 30. UPSC കുറച്ച് ട്രിക്കി ആയിട്ട് ഇവിടെ കാര്യങ്ങൾ ചോദ്യം ചോദിച്ചിരിക്കുക. പക്ഷേ UPSC ട്രിക്കി ആണെങ്കിലും നമ്മൾക്ക് കാര്യത്തെക്കുറിച്ച് മീൻസ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ചോദ്യം ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ചോദ്യമെന്ന് പറയുന്നത് 30 the whole raised to 30 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എൻഡിൽ കുറച്ച് സീറോസ് ഉണ്ടാകും. ആ സീറോസ് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഇൻറ്റിജർ ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. ആ സീറോസ് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഇൻറ്റിജർ ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ ഡിജിറ്റ് ഏതാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. A into B the whole raised to n എന്നുള്ളത് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? A raised to n into B raised to n. ഉദാഹരണത്തിന് 10 raised to 20 എന്നുള്ളതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് 5 raised to 20 into 2 raised to 20. നിങ്ങൾക്കറിയാം 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 2 ആണ്. അപ്പോൾ 10 raised to 20നെ നിങ്ങൾക്ക് ആദ്യം 5 into 2 the whole raised to 20 എന്ന് എഴുതാം. And you can write it like 5 raised to 20 into 2 raised to 20. Okay. ഇനി 77 the whole raised to 66. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ആദ്യം 77നെ നമുക്ക് 7 into 11 എന്ന് എഴുതാം അല്ലേ? 7 into 11 the whole raised to 66. And you can expand it like 7 raised to 66 into 11 raised to 66. ഇങ്ങനെ എഴുതാം. അതുപോലെ ഈ 30ൻ്റെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം? 30 എന്ന് പറയുന്നത് 3 into 10 ആണ് 30 അല്ലേ? അപ്പോൾ ഇവിടെ 30നെ നമുക്ക് 3 into 10 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 30 raised to 30നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 10 the whole raised to 30 എന്ന് എഴുതാം. ആൻഡ് 3 raised to 30 into 10 raised to 30. നമുക്കറിയാം 10 raised to 30 ആണ് ഈ സീറോസ് കൊണ്ട് നിറയ്ക്കുന്നത് അല്ലേ? ആൻഡ് അതിൻ്റെ നമ്പേഴ്സ്, അതായത് ഇങ്ങനെ കുറേ നമ്പേഴ്സ് വന്നിട്ട് പിന്നെ മൊത്തം സീറോ ആയിരിക്കും. എത്ര സീറോ കാണും? 10 raised to 30 30 സീറോസ് കാണും. ഓക്കെ, നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് വേണ്ടേ ഇവിടെ ഉള്ള യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? വേണ്ടേ ഈ ഒരു പൊസിഷനിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ആ ഒരു പൊസിഷനിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് അല്ല, ആ ഒരു പൊസിഷനിൽ വരുന്ന ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3 raised to 30 ആണ്. പിന്നുള്ള സീറോസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 10 raised to 30 ആണ്. അപ്പോൾ നമ്മളിനി എന്ത് കണ്ടെത്തിയാൽ മതി? 3 raised to 30 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ യൂണിറ്റ് പ്ലേസിൽ ആരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ സൈക്ലിസിറ്റി വാല്യൂ വെച്ചതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നമുക്കറിയാം 3 raised to 1 it is 3, 3 square it is 9, 3 cube it is 27, and 3 raised to 4 it is 81, and 3 raised to 5 എന്ന് പറയുന്നത് എത്ര വരും? അതായത് 243. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ നോക്കിക്കേ, 3 9 7 1 അല്ലേ? 3 9 7 1 പിന്നെയും 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 3 9 7 1 3 9 7 1 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിത് എപ്പോഴാണ് നിർത്തേണ്ടത്? ഈ സൈക്ലിസിറ്റി കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴാണ് സ്റ്റെപ്പ് നിർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇവിടെ 3 പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സ്റ്റെപ്പ് നിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആണെന്നുള്ളത്. എപ്പോഴും 4 തന്നെ സൈക്ലിസിറ്റി വരുമോ വെച്ചാൽ ഇല്ല. ചില കേസുകളിൽ സൈക്ലിസിറ്റി 2 ആകാം, ചില കേസുകളിൽ സൈക്ലിസിറ്റി 3 ആകാം. ചില ഡിജിറ്റ്സിൻ്റെ കേസിൽ 3ൻ്റെ കേസിൽ സൈക്ലിസിറ്റി 4 ആണ്. 2ൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ചെയ്തു, സൈക്ലിസിറ്റി 4 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന പോലെ നമ്മുടെ പവർ എന്താണ്? 30 അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 4 7 times it is 28, റിമൈൻഡർ 2. അപ്പോൾ റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പവർ 2 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് പ്ലേസിൽ ആരാന്ന് നോക്കണം. അപ്പോൾ പവർ 2 വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 9 ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി വിച്ച് ഇസ് 9. ഇവിടെ വരുന്നത് 9 ആണ്. ഓക്കെ, വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ ഈസി ചോദ്യമാണത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ചോദ്യത്തിൽ ഒരു ചോദ്യം കൂടെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേണ്ടേ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. 112 the whole raised to 1024. 112 the whole raised to 1024. സിംഗിൾ ഡിജിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? 2 raised to 190, അങ്ങനെ 3 raised to 30 ഇതൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പോൾ 112 the whole raised to 1024 ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യും? ഒന്നുമില്ല. നിങ്ങൾക്കറിയാം ഈ 112 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
ആ 112 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു നമ്പറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ, വലിയൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ആ നാച്ചുറൽ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ തീർച്ചയായിട്ടും 2^1024 യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ തന്നെയായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വേണ്ടേ, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. അപ്പോൾ 2^1024 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ ആരാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അയാൾ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 112^1024 എന്ന് പറയുന്നത് അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ ഈ പറയുന്ന പോലെ 2^1024 യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആളാണ്. ഓക്കെ, ഇനിയിപ്പോൾ 113^1025 ആണെങ്കിലോ ഇയാളുടെ യൂണിറ്റ് പ്ലേസിൽ ആരോ വരുന്നത് 113 യൂണിറ്റ് പ്ലേസിൽ 3 ആണ്. അപ്പോൾ 3^1025 യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നോ അതാണ് ആൻസർ. ഇനിയിപ്പോൾ 1267^123 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആരാണ് വരുന്നത്? വേണ്ട, നോക്കിക്കേ, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 7 ആണ് അല്ലേ. അപ്പോൾ 1267 യൂണിറ്റ് പ്ലേസിൽ 7 ആണ്. സോ വെൻ യു എക്സ്പാൻഡ് 7^123 അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആളാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, 112^1024 നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് UPSC ക്വസ്റ്റ്യൻ. അടുത്ത UPSC ചോദ്യം എ വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. 32^5 + 2^27 ഇസ് ഡിവിസിബിൾ ബൈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ശരിക്കും ഇത് ഈ പറയുന്ന പോലെ ബ്രാക്കറ്റ്സിൻ്റെയൊക്കെ കൺസെപ്റ്റ് നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അതല്ല. അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആൻഡ് ഹിയർ ഈ ചോദ്യം നമുക്ക് ഡയറക്റ്റ് അങ്ങ് സോൾവ് ചെയ്യാം. 32^5 + 2^27 അല്ലേ. അപ്പോൾ 32^5 + 2^27 ഈ 32 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് ഈസ് എ പവർ ഓഫ് 2. 2ൻ്റെ ഏതോ ഒരു പവറിൻ്റെ എക്സ്പാൻഷനാണ് 32 അല്ലേ. 2^5 ഇറ്റ് ഇസ് 32. അപ്പോൾ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2^5 എന്ന് നമുക്ക് എഴുതാം. 2^5 എന്ന് എഴുതാം അല്ലേ. 32നെ 2^5 അല്ലേ. 32^5. സോ 2^5 + 2^27. അപ്പോൾ 2^5 അല്ലേ. അതായത് A⁻m എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m × n. അപ്പോൾ 2^5 എന്ന് പറയുമ്പോൾ 2^5 × 5 which is equal to 25 + 2^27. അപ്പോൾ ഇതിൽ 2^25 നിങ്ങൾക്ക് കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പോൾ ഇവിടെ ആരുണ്ട്? അവിടെ ഒരു നമ്പർ ചുമ്മാതെ ചുമ്മാതെ അവിടെ കിടക്കൂല അല്ലേ. അയാളോടൊപ്പം എപ്പോഴും 1 ഉണ്ടാവും അല്ലേ. ഒരു നമ്പർ നമ്മൾ A എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് A മാത്രമല്ല, ഇറ്റ് ഈസ് A × 1. അതുപോലെ തന്നെ A/1 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മാത്സ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഉദാഹരണത്തിന് എക്സ് വേണ്ട, നമുക്കൊരു നമ്പർ തന്നെ എടുക്കാം. 2 + 2 × 3. ഇതിൽ നിന്ന് 2 പുറത്തെടുക്കുകയാണ് അല്ലേ. 2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ ആരുണ്ട്? 2ൻ്റെ അവിടെ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വേണ്ടേ ഇവിടെ 2 ആരും ഇല്ലെന്നല്ല അല്ലേ. അവിടെ 0 അല്ല വരുന്നത്, അവിടെ 1 ആണ്. എന്തുകൊണ്ടാണ്? ഒരു നമ്പർ വെറുതെ കിടക്കില്ല, അയാളോടൊപ്പം 1 എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. 1 + 3 അല്ലേ. ഇവിടെ 2 മാറിയിട്ട് അവിടെ 3 ഉണ്ട്. സോ 2 × 1 + 3 ഇറ്റ് ഈസ് 4. സോ 2 + 2 × 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 8. അതുപോലെയാണ് ഇവിടെ 2^25 കോമൺ എടുക്കുമ്പോൾ ഇവിടെ 1 മെച്ചമുണ്ട് പ്ലസ് 2^27 ആണ്. അപ്പോൾ 27 2s അവിടെ ഉണ്ട്. അതിൽ നിന്ന് 25 മാറുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 26 27, അതായത് 2^2 അല്ലേ. 27 എന്ന് പറയുന്നത് എന്താണ്? 27 എന്ന് പറയുന്നത് 25 + 2 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഈ പറയുന്ന പോലെ 2 2 മെച്ചം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 2^25 × 1 + 2² എത്രയാണ്? ഇറ്റ് ഇസ് 4. സോ 2^25 1 + 4 എത്രയാണ്? 5. അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2^25 × 5 2^25 × 5. ഈ 2^25നെ ഞാൻ ഇങ്ങനെ എഴുതാം, 2^24 × 2 × 5. അപ്പോൾ ഇവിടെ 5 × 2 എന്ന് പറഞ്ഞത് 10 ആണ് അല്ലേ. അപ്പോൾ 2^24 × 10. സോ ഹിയർ 32^5 + 2^27
എന്ന് പറയുന്നത് 2⁻24 ഇൻറ്റു 10 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 2⁻24 ഇൻറ്റു 10 ആണ് അല്ലേ. അപ്പോൾ 2⁻24 ഇൻറ്റു 10, അപ്പോൾ തീർച്ചയായിട്ടും ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ഓപ്ഷൻ സി വിച്ച് ഇസ് 10. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദ ഓൺലി തിങ് യു ആക്ച്വലി നീഡ് ടു നോ ദിസ് സിംപ്ലിഫിക്കേഷൻ. നമ്മൾ ക്ലാസ്സിൽ ആദ്യം പഠിച്ച ടോപ്പിക്ക് സിംപ്ലിഫിക്കേഷനാണ്. അതായത് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്ന, ബ്രാക്കറ്റ്സിൽ നിന്ന് കോമൺ എടുക്കുന്ന അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയും. ആൻഡ് നൗ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ അനദർ important question. 20 to the whole raised to 333 plus 333 the whole raised to 222. 222 the whole raised to 333 plus 333 the whole raised to 222 is divisible by which of the following numbers എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 222 the whole raised to 333 plus 333 the whole raised to 222 is divisible by which of the following numbers എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എഗെയിൻ ഇവിടെയും നമ്മൾ മുന്നേ ചെയ്ത അതേ പരിപാടി തന്നെ അല്ലേ. ഇതേണ്ടേ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ 13 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതേ ഐഡിയ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ചോദ്യം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ 222 the whole raised to 33. നമുക്കറിയാം 111 ഇൻറ്റു 2 ആണ് 222 എന്നുള്ളത്. അതുപോലെ തന്നെ 111 ഇൻറ്റു 3 ആണ് 333 എന്നുള്ളത്. സോ ഹിയർ 222 എന്ന് പറയുമ്പോൾ 111 ഇൻറ്റു 2 the whole raised to 333 പ്ലസ് 111 ഇൻറ്റു 3 the whole raised to 222 എന്ന് നമുക്ക് എഴുതാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 111 the whole raised to 333 ഇൻറ്റു 2 raised to 333 നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ള പരിപാടി അല്ലേ. പ്ലസ് 111 the whole raised to 222 ഇൻറ്റു 3 the whole raised to 222. അപ്പോൾ ഇതിൽ നിന്ന് 111 the whole raised to 222 നമ്മൾ കോമൺ എടുക്കുകയാണ്. 111 the whole raised to 222 നമ്മൾ കോമൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കി എത്രയുണ്ട്? ഇവിടെ 111 the whole raised to 111 ഇൻറ്റു 2 raised to 333 പ്ലസ് 3 raised to 222 എന്ന് വരും. ഇതേണ്ടേ നോക്കിക്കേ, ഇങ്ങനെയാണ് വരുന്നത്. 111 the whole raised to 222 ഇൻറ്റു 111 the whole raised to 111 പ്ലസ് അല്ലേ, ഈ ബ്രാക്കറ്റ്സിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്ന നമ്പർ, അതായത് ഈ നമ്പർ എന്ന് പറയുന്നത്, ഈ ഒരു മാസീവ് നമ്പർ എന്ന് പറയുന്നത് 111 ഫാക്ടേഴ്സ് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 111 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും ദിസ് മാസീവ് നമ്പർ അല്ലേ. കാരണം 111 the whole raised to 222 നമ്മൾ കോമൺ എടുത്തു. തേണ്ടേ ഉദാഹരണത്തിന് 18 പ്ലസ് 14 18 പ്ലസ് 14 18 എന്ന് നമുക്ക് അറിയാം 2 ഇൻറ്റു 9 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 7. ഇതിൽ നിന്ന് നമ്മൾ 2 കോമൺ എടുത്തപ്പോൾ 9 പ്ലസ് 7 അല്ലേ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ദ നമ്പർ ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ 2 അല്ലേ. 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഈസിലി ഡിവിസിബിൾ ആണ്. അതുപോലെയാണ് ഇവിടെ ഈ പറയുന്ന പോലെ 11 raised to 222. അപ്പോൾ 11 raised to 222 എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്പറാണ്. തീർച്ചയായിട്ടും ആ വലിയ നമ്പറിൻ്റെ അല്ലെങ്കിൽ മീൻസ് ആ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഈ നമ്പറിനെ, ഈ ഒരു മാസീവ് നമ്പറിനെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 111 ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. 111 ഫാക്ടേഴ്സ് ആരൊക്കെ വരും? ഐ തിങ്ക് 3 2 times it is വേണ്ടേ 37 and 3. We know that 37 into 3, 7 3 times it is 21, 3 times it is 9, after 9 10 11. അപ്പോൾ 111 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മൾട്ടിപ്പിൾ ഓഫ് 37 and 3, അല്ലെങ്കിൽ 111 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 37ഉം 3ഉം മാത്രമാണ് അല്ലേ. ആരൊക്കെയാണ്? 1 into 111 ഇറ്റ് ഈസ് 111 ആൻഡ് 3 into 37 വിച്ച് ഇസ് 111. അപ്പോൾ 111 ഈ 4 ഫാക്ടേഴ്സേ ഉള്ളൂ. 1ഉം 3ഉം 37ഉം 111. ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ദി ടൈം ബീങ്
നിങ്ങളിത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഈ 4 നമ്പേഴ്സ് കൊണ്ടേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ബിക്കോസ് വി ഓൾറെഡി നോ ദാറ്റ് 3 and 37 ദേ ആർ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ ഏത് ആൻസർ ഓപ്റ്റ് ചെയ്യും? 3 and 37, ബട്ട് നോട്ട് 2. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ഓക്കെ, അതായത് 111ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി നോക്കുമ്പോൾ 3 37 മാത്രമേ വരുന്നുള്ളൂ, വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയുണ്ട്? 4 ഉണ്ട്. 1, 3, 37 and 111 itself. ഒരു നമ്പർ ആ നമ്പറിൻ്റെ തന്നെ ഫാക്ടറാണ്. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിച്ച് ഇസ് 3 and 37. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, അല്ലേ? നൗ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എനി ചോയ്സസ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്, the 6-digit number of the form xyz is divisible by. വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, until and unless you know the concept of 1001. ഈ 1001 എന്ന് പറയുന്ന നമ്പർ, ഇറ്റ്സ് ആക്ച്വലി മാജിക് നമ്പർ. ഓക്കെ, ഇഫ് യു മൾട്ടിപ്ലൈ 1001 വിത്ത് എ സിംഗിൾ ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് A00A. ഉദാഹരണത്തിന് 1001നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 2002. 1001നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 3003. 1001നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 4004. റൈറ്റ്. അതുപോലെ ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1001നെ ഇഫ് ഐ മൾട്ടിപ്ലൈങ് വിത്ത് ഒരു AB എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നിരിക്കട്ടെ. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് AB0AB. ഓക്കെ, ഉദാഹരണത്തിന് 1001നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 23023. അതായത് 23,023. 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 34,034. 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 45,045. ഓക്കെ, ഇനി ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെന്നിരിക്കട്ടെ. 1001നെ ABC എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ആസ് ABC. ഉദാഹരണത്തിന് 1001നെ 123 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 123. 1001നെ ഒരു 116 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 116. 1,16,116. ഇനി 1001നെ 333 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എ 6 ഡിജിറ്റ് നമ്പർ ഫുൾ ഓഫ് 3s, അല്ലേ? അതായത് 3,33,333 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇഫ് എനി നമ്പർ ഈസ് ഇൻ ദി ഫോം ഓഫ് XYZ എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലാണ് ഏത് നമ്പറെങ്കിലും ആ നമ്പർ എന്ന് പറയുന്നത് 1001ൻ്റെ മൾട്ടിപ്പിളാണ്. ദാറ്റ് ഈസ് 1001 ഇൻറ്റു XYZ will gives you XYZ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XYZ എന്ന് പറയുന്ന ഈ 6 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും ദിസ് നമ്പർ ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ XYZ ആസ് വെൽ ആസ് ദി ഫാക്ടേഴ്സ് ഓഫ് 1001. ഈ 1001ൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1001 ഈസ് ആക്ച്വലി ദി മൾട്ടിപ്പിൾ ഓഫ് 7, 11 and 13. ഓക്കെ, 7 × 11 × 13 1001. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ 7 × 11 × 13 they are actually the prime factors of 1001. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് 7 and 11 only, അല്ലേ? അത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. 11 and 13 only, again it is a wrong option. 7 and 13 only, again it is a wrong option. Now ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 7, 11 and 13. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അല്ലേ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് 1001ൻ്റെ കൺസെപ്റ്റ് ശരിക്കും പിന്നെയും UPSC ചോദിച്ചിട്ടുണ്ട്. വേണ്ടേ അടുത്തൊരു ചോദ്യം. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു 1001. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു 1001. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഈ ഒരു നമ്പറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. സോ യു കനോട്ട് സിംപ്ലി നെഗ്ലക്ട് ദി കൺസെപ്റ്റ് ഓഫ് 1001. അപ്പോൾ ആ ഒരു നമ്പറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ആൻഡ് യു നോ ദാറ്റ് 1001ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈം ഫാക്ടേഴ്സ് ഇറ്റ് ഇസ് 7, 11 and 13. 7, 11, 13 എന്നീ പറയുന്ന 3 നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദി വാല്യൂ ആസ് 1001. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എഗെയിൻ ഇറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് 1001. എ നമ്പർ n is formed by writing 9,499 times. ഓക്കെ, ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടി. ആ നമ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്?
9നെ 99 ടൈംസ് എഴുതുമ്പോഴാണ് ആ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതേണ്ടേ ഇങ്ങനെ വരും. 9 99 ടൈംസ്, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 എക്സെട്ര അപ് ടു ലാസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് 9 എന്ന് പറയുന്നത് 99th ഡിജിറ്റാണ്. 99th ഡിജിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 99th ഡിജിറ്റാണ്. ഈ ഒരു നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. വളരെ അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. ബട്ട് യു ക്യാൻ സിംപ്ലി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് 1001. 1001 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാൻ കഴിയും. വളരെ ഈസി ആയിട്ട്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് യു നോ ദി കൺസെപ്റ്റ് ഓഫ് പ്ലേസ് വാല്യൂസ് അല്ലേ? കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ പ്ലേസ് വാല്യൂസിൻ്റെ കൺസെപ്റ്റ്. ആൻഡ് അതിൻ്റെ ഇൻഡെപ്തിൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് യു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇതേണ്ടേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എക്സെട്ര ടിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് 99th ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടോട്ടൽ 99 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഈ 99 ഡിജിറ്റ്സിനെ 6 സെറ്റ് ഓഫ് 9s ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 6 സെറ്റ് ഓഫ് 9s. ഇതുണ്ട് നോക്കിക്കേ. സോ ദിസ് ഫോംസ് ദി ഫസ്റ്റ് സെറ്റ്. സോ ഹിയർ ഒരു 9 ഉണ്ട്. ഓക്കെ, ദിസ് ഫോംസ് ദി ഫസ്റ്റ് 6 സെറ്റ് ഓഫ് നമ്പേഴ്സ്. And this forms the second 6 set of numbers. And this forms the third 6 set of numbers. അല്ലേ? ഇങ്ങനെ 6 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആൻഡ് ഇവിടെ നിങ്ങൾക്കറിയാം 1001 ഇൻറ്റു എ എന്ന് പറയുന്നത്, അതായത് ഒരു ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി സിംഗിൾ ഡിജിറ്റ്സ് അല്ലേ? അതായത് ഒരേ ഡിജിറ്റുള്ള, സെയിം ഡിജിറ്റുള്ള, നോട്ട് സിംഗിൾ ഡിജിറ്റ്, സെയിം ഡിജിറ്റുള്ള ഒരു 3 ഡിജിറ്റ് നമ്പർ. അതിനെ 1001 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ എസ് എ അല്ലേ? അതായത് 1001 ഇൻറ്റു 999 യു വിൽ ഗെറ്റ് ദി വാല്യൂ എസ് 9,99,999 അല്ലേ? അപ്പോൾ 1001 എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7, 11 and 13. അപ്പോൾ ഇതിൽ ഈ 6 ഡിജിറ്റ് നമ്പർ 9 മാത്രമുള്ള ഈ 6 ഡിജിറ്റ് നമ്പർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7 ആസ് വെൽ ആസ് 11 ആസ് വെൽ ആസ് 13 അല്ലേ? 7, 11, 13 എന്നീ പറയുന്ന 3 നമ്പേഴ്സും കൊണ്ട് ഡിവിസിബിൾ ആണ് ഈ പറയുന്ന 6 ഡിജിറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ എയ്തർ 7 or 11 or 13. നമ്മുടെ ചോദ്യം നോക്കിക്കേ, ഇവിടെ ഡിവിസിബിൾ ബൈ 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം മീൻസ് അതായത് ഇവിടെ ഓരോ സെറ്റ് ഓഫ് നമ്പേഴ്സും നോക്കിക്കേ, ഇവിടെ ഓരോ 6 സെറ്റ് ഓഫ് നമ്പേഴ്സും ഈ പറയുന്ന പോലെ 13 കൊണ്ട് ഡിവിസിബിൾ ആണ്. ബിക്കോസ് ഓൾറെഡി ദിസ് നമ്പർ, ഈ ഒരു 6 സെറ്റ് ഓഫ് നമ്പർ, ഈ ഒരു സെറ്റ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്, ഈ ഓരോ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 1001ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ആൻഡ് ഓരോ സെറ്റും 13 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ ഓരോ കേസിലും നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ ഉണ്ട് ഈ 99-നകത്ത്? ഈ 99 ഡിജിറ്റ്സ് ഉള്ള ഈ ഒരു നമ്പറിനകത്ത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? 99നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6 1 times it is 6, 7, 8, 9, 6 times it is 36, 37, 38, 39, റിമൈൻഡർ 3 വന്നു. ഓക്കെ, അതായത് മൊത്തം 16 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അത് കൂടാതെ 3 എക്സ്ട്രാ ഡിജിറ്റും കൂടെ വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും വരുന്നത്? വേണ്ടേ? ഓക്കെ, 1, 2, 3, 4, 5, 6 ഫസ്റ്റ് സെറ്റ്, 7, 8, 9, 10, 11, 12 സെക്കൻഡ് സെറ്റ്, 13, 14, 15, 16, 17, 18 തേർഡ് സെറ്റ്. ഇങ്ങനെ പോയിട്ട് 16th സെറ്റ് വേണ്ട ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് എക്സ്ട്രാ 3 എണ്ണം. അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ്, ഇത് സെക്കൻഡ് സെറ്റ്, ഇത് തേർഡ് സെറ്റ്, ആൻഡ് അങ്ങനെ പോയിട്ട് ആൻഡ് ഹിയർ കംസ് ദി 16th സെറ്റ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ആൻഡ് ഹിയർ കംസ് ദി 16th. പിന്നെ ലാസ്റ്റ് എക്സ്ട്രാ ഒരു 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഡിജിറ്റിനെയും ഈ ഓരോ സെറ്റിനെയും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ ഓരോ സെറ്റിനെയും നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും. റിമൈൻഡർ 0, ഇവിടെയും റിമൈൻഡർ 0 വരും, ഇവിടെയും റിമൈൻഡർ 0 വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്ട്രാ ഉള്ള ഈ 3 ഡിജിറ്റ് നമ്പറിനെ, അതായത് 999നെ നിങ്ങൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. So when you divide it with 13,
Okay, 13 എത്ര ടൈംസ് ആണ് 99, 999? We know that 13 6 times, 6 3 times it is 18. അല്ലേ? No, 13 8 times, 8 3 times it is 24. No, 13 6 times അല്ലേ? 6 3 times it is 18. 6 1 it is 78. 78 9 നിന്ന് 8 പോകുമ്പോൾ 1, 9 നിന്ന് 7 പോകുമ്പോൾ 2, 219. 13 6 times ആണോ? 13 7 times I think. 7 3 times it is 21. Yeah, 13 7 times. Sorry guys. 13 7 times. So 999 when you are dividing it with 13. 999 when you are dividing with 13. 13 7 times it is 91. 9 നിന്ന് 1 പോകുമ്പോൾ 8. And 13 6 times. 6 1 times, 6 3 times it is 6. Yes, 13 6 times. 6 3 times it is 6. Yes, 78, correct. 6 times it is 78. So 9 നിന്ന് 8 പോകുമ്പോൾ 1, 8 നിന്ന് 7 പോകുമ്പോൾ it is 1. So the remainder it is 11 and our answer is option A, which is 11. 11. അപ്പോൾ ഇതേ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് 13, ഈ 13 പകരം ഡിവൈഡഡ് ബൈ 13 പകരം അവർക്ക് വേണമെങ്കിൽ 7 ചോദിക്കാം, വേണമെങ്കിൽ 11 ചോദിക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്പേഴ്സ് ഇങ്ങനെയും വരാം. വെൻ 3 ഈസ് റിപ്പീറ്റഡ് ഫോർ 33 ടൈംസ്, വെൻ 4 ഈസ് റിപ്പീറ്റഡ് ഫോർ 44 ടൈംസ്. ഓക്കെ, അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സെറ്റ് ഓഫ് 6 ഡിജിറ്റ്സിനെ കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന പോലെ എക്സ്ട്രാ എത്ര ഡിജിറ്റ് ഉണ്ട്, ആ എക്സ്ട്രാ ഡിജിറ്റിനെ തന്നിരിക്കുന്ന നമ്പർ, ഓക്കെ, അതായത് 13 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 11 അവർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു സോൾവ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. വെരി ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ ഇതിൻ്റെ തന്നെ പല വകഭേദങ്ങളുണ്ട്. ആൻഡ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, okay dears, so I think we had solved some questions and already it is 1 hour. അപ്പോൾ അടുത്ത സെഷനിൽ there are few more questions that I need to discuss. ഏകദേശം ഇനി കുറച്ച് ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചു പോകും. ഓക്കെ ഡിയേഴ്സ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് പ്രിപ്പയർ വെൽ. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഫീഡ്ബാക്ക് യു ക്യാൻ give that. You can directly send your feedback to Gallant Ias. Okay dears, bye, good night.